ഹലോ അസ്സാം വലൈക്കും. അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് മയ്യൽത്തോടുള്ള നെയ്ച്ചോറൊട്ടിക്ക് കിട്ടറല്ലേ നല്ല തിക്കായിട്ടുള്ള മട്ടൻ കറി. ആ ഒരു മട്ടൻ കറി എങ്ങനെ ആക്കണങ്ങനൊക്കെ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു മട്ടൻ കറി ആയിട്ടിക്കറി നിങ്ങൾ എല്ലാവരും ട്രൈ ആക്കി നോക്കൂ. എനിക്ക് എല്ലാവർക്കും ഇഷ്ടവും. അപ്പോൾ വീഡിയോ കണ്ടു നോക്കൂ. വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ആക്കും, ഷെയർ ആക്കും, അതേപോലെ കമൻറ്റ് ആക്കും മറക്കണ്ട. അപ്പോൾ ഞങ്ങൾ ഇത് എങ്ങനെ ആക്കണങ്ങനൊക്കെ അപ്പോൾ ഇതാ പച്ചമുളക് പിന്നെ വെല്ലുള്ളി ഇഞ്ചി ഇത്ര എടുത്തിട്ടാണ്. അപ്പോൾ ഇതൊക്കെ കാരത്തുക്ക് ഞങ്ങൾ നല്ല മുളക് പൊടിയും പിന്നെ പച്ചമുളക് മാത്രമേ ഇട്ടേ. അപ്പോൾ നോക്കിയിട്ട് പിന്നെ പോലെ പച്ചമുളക് എടുക്കുള്ളൂ. ഇത് നല്ല കാരമുള്ള പച്ചമുളക്. അപ്പോൾ ഇഞ്ചി വെല്ലുള്ളി ഇത് മൂന്നും ഒട്ടിക്ക് ഇത് മിക്സ് ചേർക്കിട്ടിട്ട് ഒന്ന് ക്രഷ് ആക്കി എടുക്കണം. തന്നെ എന്ത് വിത്തണ്ട ഒന്ന് പൊടിച്ചെടുത്തെങ്കിൽ മതിയാവും. അപ്പോൾ ഞാനിവിടെ മട്ടൺ എടുത്തിട്ട് 650 ഗ്രാം മട്ടണ്. അപ്പോൾ அதுக்கு മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് நான் ഇവിടെ കാട്ടുறேன். അപ്പോൾ നോക്കിയിട്ട് മെയിനായ പോലെ നിങ്ങൾ മട്ടൺ யார் എടുக்கிறீங்க ഇതെല്ലാം നിങ്ങൾ யார் എടുത്തെങ്കിൽ ഇതാ ഇതുപോലെ ഒന്ന് പൊടിച്ചെടുത്തേ സൈഡിലേക്ക് ഇട്ട്. ഇനിയിപ്പോൾ നിങ്ങൾ കുക്കറിന് നിങ്ങൾ കോക്കനട്ട് ഓയിൽ ഉണ്ടെങ്കിൽ അതിലേക്കൂറും ഇല്ലെങ്കിൽ വേറെ ഓയിലാവും. അപ്പോൾ ഓയിൽ വിത്തി കൊടുത്തേ. ಅದಕ್ಕೆ നിങ്ങൾ ഒരു ജണ്ടയിലേക്ക് ഒരു 3 ലവംഗ ചെറിയൊരു ബിസ്ക്കറ്റ് എത്ര ഇട്ട് കൊടുത്തേ. ಅದರೊಟ್ಟಿಗೆ ഒരു 2 മീഡിയം സൈസിലെ നീരുള്ളി ചെറുതിന് തന്നെ തെളിയാറിടും. സാധാരണ വലിയുള്ള 2 നീരുള്ളി. അപ്പോൾ നീരുള്ളി നല്ല കാഞ്ഞിട്ട് വന്നാൽ പിന്നെ ഇഞ്ചി വെല്ലുള്ളി ഇട്ടെങ്കാಯ್ತು. അപ്പോൾ നീരുള്ളി ഇതാ നല്ല കാഞ്ഞിട്ട് വന്നിട്ട് ഇനിയിപ്പോൾ ഞങ്ങൾക്ക് ഇഞ്ചി വെല്ലുള്ളി ക്രഷ് ആക്കി വെച്ച ഇഞ്ചി വെല്ലുള്ളി ഉണ്ടല്ലേ അത് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ ഒരു 2 സ്പൂൺ എത്ര ഇട്ട് കൊടുത്തത്. വലിയ സ്പൂണിൽ 2 സ്പൂൺ തെല്ല എക്സ്ട്രാ ಬಂದರೆ ഇത്ര മയാവും. അപ്പോൾ ഇത് ഇട്ടിട്ട് തെല്ലിനറിയിದ್ರೆ ഒരു പച്ചമന പൂണ്ടല്ലേ അവിടുത്തെ ഇത് ഒന്ന് ഫ്രൈ ആക്കി എടുക്കുക. പച്ചമന പോയാൽ പിന്നെ ഞങ്ങൾ ಇದಕ್ಕೆ ബാക്കി ഞങ്ങൾ ഇട്ടെങ്കിട്ട് ഉപ്പ് ഇട്ട് കൊടുത്തേ. ഇതിരൊಟ್ಟಿಗೆ എന്നിട്ട് ಇದಕ್ಕೆ കറിക്ക് വേണേ ഉപ്പ് ഇട്ട് കൊടുക്കുക. ഇതിരൊಟ್ಟಿಗೆ നിങ്ങൾക്ക് ഒരു ടൊമാറ്റോ അതിൽ ഒരു പച്ചമണെല്ലാം പോയാൽ പിന്നെ ടൊമാറ്റോ ഇട്ടെങ്കിട്ട് ടൊമാറ്റോ ഒന്നേ ഇട്ടിട്ടുണ്ട്. സാധാരണ വലിയുള്ള ഒരു ടൊമാറ്റോ അത് മതിയാവും. പിന്നെ ഞങ്ങൾ ಇದಕ್ಕೆ കൊത്തമ്പരി പൊടി ഇട്ട് കൊടുക്കണം. അത് ഞങ്ങൾക്ക് വലിയ സ്പൂണിൽ ഒരു 1.25 സ്പൂൺ അത്ര 1.25 ടേബിൾ സ്പൂൺ അത്ര കൊത്തമ്പരി പൊടി ഇട്ട് കൊടുത്തേ. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞളുടെ പൊടി അതേപോലെ നല്ല മുളക് പൊടി അത് ഞങ്ങൾ ചെറിയ സ്പൂണിലൊന്ന് ഫുള്ളായിട്ടും പിന്നെ ഒന്ന് ഒരു 1/4 സ്പൂൺ അത്ര നോക്കിയിട്ട് നിങ്ങൾ കാരം നോക്കിയിട്ട് ಬೇನೆങ്കിൽ കൊറടിണ്ടെങ്കിൽ പിന്നെ ലാസ്റ്റിಗೆ നോക്കിയിട്ട് ഇട്ടെങ്കിട്ട് അതിൽ പിന്നെ തെല്ല് ഗരം മസാല ചുമ വേണ്ട. ഗരം മസാല ഞങ്ങൾ ഇതിട്ടല്ലേ ഏലക്ക അതെല്ലാം ഇട്ടല്ലേ. അപ്പോൾ അതുകൊണ്ട് ചുമ ഇടണ്ട തെല്ല് മയോ അത് ഇട്ടിട്ട് നല്ല ഒന്ന് അടിമേലാക്കി എടുക്കാം മിക്സ് ആക്കി എടുക്കാം. തെൽ ಬೇಚು ಉಪ್ಪು ಇಟ್ಟು കൊടുക്കുക. അതിൽ പിന്നെ മട്ടൺ ഇട്ടെങ്കിട്ട് അപ്പോൾ മട്ടൺ വെച്ചാൽ 650 ഗ്രാം മട്ടൺ ഇത് നിങ്ങൾ ಯಾರ മട്ടൺ എടുக்கிறீங்க ನೀರುಳ್ಳಿ ಟೊಮೆಟೊ ಅದೆಲ್ಲ நீங்கள் പച്ചമുളക് അതെല്ലാം നിങ്ങൾ ಯಾರು എടുത്തെങ്കിട്ട് അപ്പോൾ മട്ടൺ ഇട്ട് കൊടുക്കുക. ചെന്ത ഒന്ന് അടിമേലാക്കി എടുക്കുക. തെല്ലാം നല്ല ഒന്ന് മിക്സ് ആക്കി എടുക്കണം. നല്ല ഒന്ന് ചൂടായിട്ട് വരട്ട് നല്ല. പിന്നെ ഇതിലൊട്ടിക്ക് ഒരു 1/2 ലിംബം പുളിഞ്ഞ് എടുക്കണം. എനിക്കത് ലിംബ ഇത് എനിക്ക് കട്ടായിട്ടത് നല്ല തെല്ലിനാറ നല്ല ഇതുപോലെ മിക്സ് ആക്കിയിട്ട് ഇനിയിപ്പോൾ ഞങ്ങൾ ഇതിക്ക് തണ്ണി വിത്ത് കൊടുക്കുക. തണ്ണി ചുമ വേണ്ട. മട്ടൺ ഇങ്ങനെ മുങ്ങിയിട്ട് നിൽക്കട്ടെ എത്ര ആ ഒരു ലെവലിൽ ഞങ്ങൾ തണ്ണി വിത്ത് ഇങ്ങനത്തെ ചുമ തണ്ണി വേണ്ട. നല്ല ಬೇവുള്ള മട്ടൺ തന്നെ ಬೇನೆങ്കിൽ ഒരു തെല്ലി ആറ ബീത്ത കട്ടണാണ്. പിന്നെ ഇതിക്ക് ഞങ്ങൾക്ക് ഒരു പൊട്ടാറ്റോ ഇട്ട് കൊടുക്കണം. അത് ഞങ്ങൾ ഇറച്ചി ഒരു പാതി അല്ലെങ്കിൽ ഒരു മുക്കാലെല്ലാം ಬೇവായി പിന്നെ ഞങ്ങൾക്ക് ഒരു വലിയൊരു സൈസുള്ള ഒരു പൊട്ടാറ്റോ വലിയ പീസാക്കിയിട്ട് കട്ടാക്കിയിട്ട് ഇതിക്ക് ഇട്ട് കൊടുക്കണം. അവിടെ കട്ടാക്കി വെച്ചിട്ട് ഇനിയിപ്പോൾ ഞങ്ങൾ മൂടി വെച്ചിട്ട് ഒരു 5-6 വിസിലെല്ലാം ಬೇವು നോക്കിയുള്ളൂ. ഒരു വിസിൽ നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ബാക്കി ഞങ്ങൾ തീറ്റിൽ കുരുടിയാക്കി കൊടുക്കുമെങ്കിൽ ഇറച്ചിയെല്ലാം ಬೇಗ ಬೇവിടും. അപ്പോൾ പൊട്ടാറ്റോ ഇവിടെ കട്ടാക്കി വെച്ചിട്ട് കണ്ടല്ലേ ഇതിന് വെച്ചെന്ന പോലെ ഒരു പാതി അല്ലെങ്കിൽ ഒരു മുക്കാൽ വെന്തൽ പിന്നെ ഇറച്ചി വെന്തൽ പിന്നെ ഇതിട്ടിട്ട് ബാക്കി ഞങ്ങൾ വിസിലെടുത്തെങ്കിട്ട്. അപ്പോൾ ഇതുകൂടെ ഇട്ടിട്ട് ഇനിയിപ്പോൾ ഞങ്ങൾ ഇതിക്ക് വേണേ തേങ്ങ ഒന്ന് ഞങ്ങൾ അരച്ചെടുക്കണോ. തേങ്ങ ഒരു 1/2 to 1/4 കപ്പ് എത്ര തേങ്ങ എടുക്കുക. ഈ ഒരു അന്തജിൽ മട്ടൺ എടുக்கிறீங்க നിങ്ങൾ മട്ടൺ யார் എടുக்கிறீங்க തേങ്ങ யார் എടുക്കറോ ഒരു 1/2 to 1/4 ഞാൻ ഒരു 1/4 കപ്പ് എത്ര എടുത്തിട്ട് ചുമ എടുക്കണ്ട. ചുമ എങ്കും നല്ലാവില്ല തേങ്ങ. ಅದಕ್ಕೆ ഞങ്ങൾ ഒരു 7-8 ഇത് ക്യാഷ്യൂ തെല്ലിനേരം തണ്ണിൽ നനച്ചിട്ട് വെച്ചിരുന്നേ. അപ്പോൾ അതും ഇട്ട് കൊടുത്തേ. ഇനിയിപ്പോൾ തണ്ണി വിറ്റിട്ട് നല്ല നൈസായിട്ട് അരച്ചെടുക്കണം. എത്ര നൈസാവും അതുപോലെ നല്ല നൈസായിട്ട് അരച്ചെടുത്തെങ്കിട്ട് തണ്ണി നോക്കിയിട്ട് വേണം എത്ര വിത്തി കൊടുക്കറോ. അപ്പോൾ കണ്ടല്ലേ ഇതുപോലെ അരച്ചെടുത്തേ. നിങ്ങൾ എത്ര നൈസാവും അതുപോലെ നല്ല നൈസായിട്ട് അരച്ചെടുത്തെങ്കിട്ട്. അപ്പോൾ ഇവിടെ കുക്കറിന് ഇത് ഓഫാക്കി വെച്ചിട്ട് പെരച്ച് പിന്നെ അതിനിടയ്ക്ക് ഞാൻ പൊട്ടാറ്റോ ഇട്ട് കൊടുത്തേ. പെരച്ച് പൊട്ടാറ്റോയിലൂടെ നല്ല വെന്തിട്ട് വന്നിട്ട് ഇനിയിപ്പോൾ ഞാൻ ഈ കുക്കർ ഒന്ന് ചേഞ്ച് ആക്കുക പാത്രം ഒന്ന് ചേഞ്ച് ആക്കുക. കണ്ടല്ലേ ഇറച്ചി നല്ല പൊട്ടാറ്റോയെല്ലാം നല്ല വെന്തിട്ട് വന്നിട്ട്. അപ്പോൾ ഇതാ വേറൊരു പാത്രത്തിൽ വിത്തി കൊടുത്തേ. ഇനിയിപ്പോൾ ഞങ്ങൾ അരച്ച് വെച്ച് തേങ്ങ ഇതൊക്കെ വിത്തിട്ട് നല്ല ഒന്ന് പായപ്പാട്ടണം. ഇത് നല്ല പായക്കണം. തന്നെ നോക്കിയിട്ട് വേണായ പോലെ വിത്തി കൊടുക്കൂ. ചുമ തെളിവ് പാകോ തീരെ കറി. പിന്നെ അതുപോലെ ചുമ ഗട്ടിലും വേണ്ട. ഞങ്ങൾ ഇത് കറിയെല്ലാം ആക്കിയിട്ട് കുറേ നേരം ಬೇಯ್ക്കുമ്പോഴത്തേക്ക് പിന്നെ ഒന്നും കൂടി നല്ല തിക്കായിട്ട് വേണ്ട. അപ്പോൾ ഞാൻ കാട്ടറേ അതുപോലെ നിങ്ങൾ ആക്കി എടുത്തെങ്കിട്ട് ആ ഒരു ഗട്ടിയിൽ. അപ്പോൾ ബസ് മിക്സി ജാർ കലക്കിയിട്ട് ബസ് തെല്ല് തന്നെ വിത്തി കൊടുത്തേ. അപ്പോൾ കണ്ടല്ലേ കറി എത്ര ഗട്ടിയിലുണ്ടോ ഇതുപോലെ ഇക്കട്ടെ ഈ ഒരു അന്തജിലിക്കട്ടെ. ഇനിയിപ്പോൾ ഇതിക്ക് നിങ്ങൾ തെല്ല് ഉപ്പ് കുരുടിണ്ടോ ഉപ്പ് ഇട്ട് കൊടുക്കുക. പുളിയെല്ലാം കുരുടിൻകന്നെ ഈ ടൈമിൽ ലിംബെ പുളിഞ്ഞ് കൊടുക്കുക. അപ്പോൾ ടേസ്റ്റ് എല്ലാം കറക്റ്റാക്കി കൊടുക്കറോ. ഇനി നല്ല പായക്കണം. ഞങ്ങൾ തേങ്ങയെല്ലാം വീട്ടിൽ പിന്നെ നല്ല പായക്കണമെന്നോ നല്ല പായച്ചുകൊണ്ടുണ്ടോ. ലാസ്റ്റായിട്ട് ഞങ്ങൾ ഇതിക്ക് തെല്ല് കൊത്തമ്പരി സೊಪ್ಪು ഇട്ട് കൊടുക്കണം. പിന്നെ ഞങ്ങൾ ഇതിക്ക് ഒരു ಒಗ್ಗರಣೆ ഇടണോ. ಒಗ್ಗರಣೆ ಮಿಸ್ ಹಾಕಂಡ ಕೊತ್ತಂಬರಿ ಸೊಪ್ಪು ಇಟ್ಟು ಕೊಡ್ತಾರೆ.
അപ്പോൾ ഇത് ഒരു പാൻ വെച്ച് കൊടുത്തരാം. ಅದಕ್ಕೆ ನಂಗೆ ತೆಳ್ಳು നെയ്യ് ഇട്ട് കൊടുക്കുക. നെയ്യിൽ ഞങ്ങൾക്ക് ഒരു ഹാഫ് നീരുള്ളി അത് പൊടിയായിട്ട് കട്ടാക്കി എടുക്കണം. അത് ഇട്ടിട്ട് ഞങ്ങൾ ഇതിലൊരു ഗോൾഡൻ കളറാക്കിയിട്ട് എടുക്കുക. കരിപ്പാട്ടണ്ട നീരുള്ളി ഒരു ഗോൾഡൻ കളറായിട്ട് വറുത്ത് ഇതിലൊട്ടിക്ക് ഞങ്ങൾ വേണമെങ്കിൽ കാഷ്യൂ ഇട്ട് കൊടുക്കുക. ഇനിയിപ്പോൾ കാഷ്യൂ ഇല്ലെങ്കിൽ കാലി നീരുള്ളി മാത്രം വറുത്തിട്ടുங்க അങ്ങനെ ആവും. അതിൽ കാഷ്യൂ ഇട്ട് കൊടുത്തേ. അപ്പോൾ കാഷ്യൂ നിങ്ങൾ யாரை ഇട്ടിരുங்க யாரோ ഇടാം. അപ്പോൾ നല്ല ഗോൾഡൻ കളറായിട്ട് വന്നതാണ് ഇതുപോലെ. ഇനിയിപ്പോൾ നിങ്ങൾ കറിക്ക് വെത്തി കൊടുക്കുക. കരിപ്പാട്ടണ്ട രസം പോലെ അപ്പോൾ കറിക്ക് വെത്തി കൊടുത്തേ. അപ്പോൾ ഇതിൻ്റെ ഞങ്ങൾ നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള അവർ മഞ്ഞളത്തോടെ ഞങ്ങൾക്ക് ഇട്ടുള്ള നെയ്ച്ചോറൊട്ടിക്ക് നല്ല തിക്കായിട്ടുള്ള ഗ്രീൻ മട്ടൺ കറി അവർ കറി ഇവിടെ റെഡി ആയിട്ട് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു കറി ആയിട്ടിരിക്കുന്നത്. നല്ല സൂപ്പർ ടേസ്റ്റ് ആയിട്ടിരിക്കുന്നത്. നിങ്ങൾ എല്ലാവരും ട്രൈ ആക്കി നോക്കണോ. എനിക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്. അതിൻ്റെ നെയ്ച്ചോറ് കഴിക്കരുത്. നെയ്ച്ചോറ് അടിപൊളി ടേസ്റ്റ് ആയിട്ടിരിക്കുന്നത്. പിന്നെ പത്തർക്ക് പിന്നെ അതുപോലെ ചപ്പാത്തിക്ക് എല്ലാത്തും നല്ല മാച്ചോട് പൊറോട്ടത്തിക്ക് എല്ലാം നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടിരിക്കുന്നത്. നിങ്ങൾ എല്ലാവരും ട്രൈ ആക്കി നോക്കണോ. എനിക്ക് എല്ലാവർക്കും ഇഷ്ടവും. അപ്പോൾ കണ്ടറില്ലേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാലും പേരിക്കട്ടെ. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ആക്കൂ, കമൻറ്റ് ആക്കൂ. അതേപോലെ നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സിಗೆ എല്ലാവർക്കും വീഡിയോ ഒന്ന് ഷെയർ ആക്കിയിട്ട് കൊടുക്കൂ. ആരെങ്കിലും എൻ്റെ ഈ ചാനൽ ഫസ്റ്റ് ആയിട്ട് കാണുന്നെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ആക്കാൻ മറക്കണ്ട. സബ്സ്ക്രൈബ് ആക്കുമ്പോൾ അതിൽ മുട്ടമുള്ള ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രസ് ആക്കൂ. ഇൻഷാ അല്ലാഹ് ഇതിലും നല്ലൊരു വീഡിയോ ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും.